എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹക്കൂസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. നമ്മുടെ ആരോഗ്യരംഗത്തിൻ്റെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ നിത്യേന കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒരു മനുഷ്യത്വമുള്ള അല്ലെങ്കിൽ മനസാക്ഷിയുള്ള ഒരു ഡോക്ടർ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ വെട്ടി തുറന്ന് പറഞ്ഞപ്പോഴാണ് ഈ കുത്തഴിഞ്ഞ ആരോഗ്യരംഗത്തിനെ പറ്റി കൂടുതൽ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ അദ്ദേഹത്തിനെ ക്രൂശിക്കാനായിട്ട് മുഖ്യമന്ത്രി അടക്കം കഴിഞ്ഞ ദിവസം മുന്നോട്ട് വന്നിട്ടുണ്ട്. നമ്പർ 1 കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്തിനെ മോശപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ കളങ്കപ്പെടുത്താനായിട്ട് ഈ ഡോക്ടർ ശ്രമിക്കുക എന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്. ഈ ഡോക്ടർ പറഞ്ഞില്ലെങ്കിലും ഒരുപാട് ചെറിയ ചെറിയ വാർത്തകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യരംഗത്തെ പറ്റി. മറ്റേ ഡോക്ടർമാരുടെ കയ്യിൽ നിന്നുള്ള പിഴവ്, ആശുപത്രിയിൽ ഉപകരണങ്ങളും മരുന്നുകളും ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ അവയവങ്ങൾ മാറി ശസ്ത്രക്രിയ ചെയ്യുന്നത് തന്നെ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്നു. ശസ്ത്രക്രിയ ചെയ്യുന്ന കത്രികയും മറ്റ് ഉപകരണങ്ങളും വയറ്റിലിട്ട് തുന്നി ചേർക്കുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മരുന്ന് ഇല്ലാത്ത അവസ്ഥ നമുക്കറിയാം. ഈ മരുന്ന് കമ്പനികൾക്ക് കോടിക്കണക്കിന് രൂപയാണ് മരുന്ന് കമ്പനികൾക്ക് സർക്കാർ കൊടുക്കാനുള്ളത്. മിക്കവാറും മരുന്ന് കമ്പനികൾ ഈ മരുന്ന് നൽകുന്ന ടെൻഡറിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഇങ്ങനെ ഈ എല്ലാ മേഖലകളും നോക്കിയാലും ഈ മറ്റേ സർക്കാർ ആശുപത്രി ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവർ PR വർക്കിലൂടെ ഭയങ്കര നമ്പർ 1 ആരോഗ്യരംഗമാണെന്നും പറഞ്ഞ് മറ്റേ വിദേശത്ത് പോയി അവാർഡ് വാങ്ങിക്കുകയും അതൊക്കെ ഒരു വശം നടക്കുന്നുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്തും കോവിഡിൻ്റെ കാലത്തുമൊക്കെ നമ്മുടെ ഷൈല ടീച്ചറിൻ്റെ കാലത്തുമൊക്കെ ഈ PR വർക്ക് നിർബാധം തുടരുകയായിരുന്നു. അതായത് അന്നുമൊക്കെ കുത്തഴിഞ്ഞതായിരുന്നു ഈ സംഭവം. അതിന് മറ്റേ ആഴ്ചയിൽ അവാർഡ് കിട്ടുന്നുണ്ട് അവർക്ക്. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിലും മറ്റേ വിക്ടോറിയ പാർലമെൻറ്റിൽ പോയി വീണ ജോർജ് അവാർഡ് മേടിച്ചുകൊണ്ട് വന്നേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞത് കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ ഇത്ര മികച്ചതാക്കിയതിനാണ് ഈ മന്ത്രിക്ക് അവാർഡ് കൊടുക്കുന്നതെന്ന്. കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് ഇത്ര മികച്ചതാക്കുന്നതിൽ ഈ വിക്ടോറിയ പാർലമെൻറ്റിന് എന്താണ് താല്പര്യമെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. ഇനി അഥവാ ഇങ്ങനെ ആണ് ഈ കേരളത്തിലെ ഇങ്ങനൊരു അവാർഡ് കിട്ടുന്ന ആദ്യത്തെ ഒരു മന്ത്രി ആണ് ഇവരെന്നും അവരുടെ ഓഫീസിൽ നിന്നുള്ള പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു PR വർക്കിൻ്റെ ഭാഗമാണ്. അല്ലെങ്കിൽ പെയ്ഡ് അവാർഡുകളാണ് ഇതെല്ലാം. അല്ലാണ്ട് ഈ ആശുപത്രികളുടെ നേരെയുള്ള സ്ഥിതിവിവര കണക്കുകൾ അറിഞ്ഞാൽ ഒരു മനുഷ്യനും ഇവർക്ക് അവാർഡ് കൊടുക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ മറ്റേ അവാർഡ് സംഘടിപ്പിക്കുന്ന ഇവരുടെ കുറച്ച് ടീംസുകൾ ഓരോ സ്ഥലത്ത് നമ്മൾ കേട്ടിട്ടില്ലാത്ത ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് അവരുടെ സർവകലാശാലയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഘടനയോ ആണ് ഈ അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ ഈ രോഗാതുരമായ നമ്മുടെ ആരോഗ്യരംഗത്തെ പറ്റിയാണ് ഇന്നത്തെ ഈ കാർട്ടൂൺ വരയ്ക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. അപ്പം നമുക്ക് വരയിലോട്ട് കിടക്കാം. നമ്മൾ ഇന്ന് റഫ് ഇട്ടിട്ടില്ല, നമ്മൾ നേരിട്ട് റഫിട്ട് തന്നെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ആരോഗ്യരംഗം നമ്പർ 1 എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ആ നമ്പർ 1 വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ കാർട്ടൂണിൻ്റെ തീം നമ്പർ 1 എന്നുള്ളതാണ്. നമുക്ക് കാർട്ടൂണിലേക്ക് കിടക്കാം. നമ്മൾ വരയ്ക്കുന്നത് ഈ പറഞ്ഞ നമ്പർ 1 ആണ്. വെറും PR വർക്ക് മാത്രമാണ് ഈ നമ്പർ 1 എന്ന് പറഞ്ഞ സംഭവം. ഇതിനകത്തൊന്നും കഥയില്ല. വലിയ മറ്റേ ബജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്ന തുകയുടെ 3/1 2/1 ഒക്കെയാണ് ഈ മെഡിക്കൽ രംഗത്തിന് ഇപ്പം ഗവൺമെൻറ് അനുവദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവർ പൈസ ഇല്ലാഞ്ഞിട്ടാണെന്നാണ് പറയുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇവർ പറയുന്നത്. പക്ഷേ അനാവശ്യ കാര്യങ്ങൾക്ക്, അതായത് ഇവരുടെ വാർഷികം ആഘോഷിക്കാനും 100 കോടി മുടക്കിയാണ് ഇവർ വാർഷികം ആഘോഷിച്ചത്. പക്ഷേ ആരോഗ്യരംഗത്തിന് കൊടുക്കാൻ ഇവർക്ക് പണമില്ല. മരുന്ന് കമ്പനികൾക്ക് കുടിശ്ശികയാണ്, ഉപകരണങ്ങൾ സപ്ലൈ ചെയ്യുന്ന കമ്പനികൾക്ക് കുടിശ്ശികയാണ്, എല്ലാ ഇതിനും കുടിശ്ശികയാണ്. ഇത് ഈ നമ്പർ 1 ആണ്.
ആ നമ്പർ 1 ഒരു രോഗിയാണ്. ഇവിടെ മറ്റേ മുഖ്യമന്ത്രിയുടെയും പരിവാരങ്ങളുടെയും വലിയ ഫ്ലക്സ് റോഡ് നീളെ മറ്റേ ലക്ഷക്കണക്കിന് രൂപയുടെ ഫ്ലക്സ് വെക്കാനായിട്ട് ഇവരുടെ ഇഷ്ടംപോലെ പൈസയാണ്. അതേസമയത്ത് പാവങ്ങളെ സംബന്ധിക്കുന്ന ഈ ആരോഗ്യരംഗത്ത് ചിലവാക്കാനായിട്ട് ഇവർക്ക് പൈസ ഇല്ല. എല്ലാ ആഴ്ചയിലും എന്ന് പറഞ്ഞ കണക്ക് കിട്ടാവുന്നിടത്തു നിന്നൊക്കെ കടം മേടിക്കുന്നുണ്ട്. പക്ഷെ അതും ഈ ഫ്ലക്സ് വെക്കാനും ഇവരുടെ മറ്റേ ആഘോഷങ്ങൾക്കും മറ്റുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി ഈ ഇതിൻ്റെ എല്ലാം കൈകളിലെല്ലാം ഈ പറയുന്ന കെട്ടും ബാൻഡേജും ഒക്കെയാണ്. ഇതിൻ്റെ മറ്റേ നടുക്കും ഇതിൻ്റെ ബോഡിയിലും ഒരു ബാൻഡേജ് നമുക്ക് കൊടുക്കാം. ഇത് ഈ പിടിയേലും നമുക്കൊരു വെച്ച് കൊടുക്കും. ഊന്ന് വെച്ചിരിക്കുന്ന പിടിയെ പോലും കെട്ടുണ്ട്. ഊന്ന് പിടിച്ചിരിക്കുന്ന പിടിയെ പോലും കെട്ടാണ്. അത്രയ്ക്ക് പരിതാപകരമാണ് ഈ ഈ ആരോഗ്യരംഗത്തെ അവസ്ഥ. ഇവർ തള്ളി മറിക്കുന്നതേ ഉള്ളൂ. ഇത് ഈ വടിക്ക് നമുക്ക് കുറച്ചുകൂടെ നീളം വെക്കാം. നമ്മളിങ്ങനെ ഒരാശയം കിട്ടി വരച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചില സംഭവങ്ങൾ നമ്മുടെ മനസ്സിലോട്ട് വരും. അങ്ങനെ വരുന്ന ചില കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് നമുക്ക് ഈ മറ്റേ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഡ്രിപ്പ് കയറ്റുന്നതൊക്കെ മറ്റേ സ്റ്റാൻഡാക്കിയത്. അതിനകത്ത് നമുക്ക് ഡ്രിപ്പ് പിടിപ്പിക്കാം. ഇങ്ങനെ വരുമ്പോൾ അതിന് നമുക്ക് കുറച്ച് കൂടുതൽ മിഴിവ് വരും. നമ്മൾ ഒരാശയം ഇട്ടിട്ട് അതിൻ്റെ നേരെ ചൊവ്വയുള്ള ആ പടത്തിലൂടെ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വരുന്ന ചില മാറ്റങ്ങളാണിത്. ഇതിവിടെ കണക്ട് ചെയ്ത് ഗ്ലൂക്കോസ് കൊടുത്തുകൊണ്ട് പോകും. ഗ്ലൂക്കോസോ അല്ലെങ്കിൽ മറ്റേ ട്രിപ്പ് കൊടുക്കുക എന്നൊക്കെ പറയത്തില്ല, അത് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളായിരിക്കും. അപ്പോൾ ഇതിൻ്റെ റഫ് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് പൂർണ്ണമായിട്ട്. നമുക്കിനി ഇതിൻ്റെ ഇങ്കിങ്ങിലോട്ട് കിടക്കാം. എല്ലാവർക്കും സ്വാഗതം. കാർട്ടൂൺ അതിൻ്റെ ഫൈനലായിട്ടുണ്ട്. നമുക്കിനി ഇത് കുറച്ച് മോഡിഫൈ കൂടെ ചെയ്തിട്ട് ലാസ്റ്റ് ഒന്നുകൂടെ കാണാം. അതിനൊരു അടിക്കുറിപ്പുണ്ട്, നമ്പർ 1 എന്നാണ്.
അപ്പോൾ ഈ ആഴ്ചയുടെ കാർട്ടൂൺ ഡെമോൺസ്ട്രേഷൻ ഇവിടെ പറയുന്നു. അറ്റുൺ ഷുഹക്കു.